ചേട്ടാ, ഈ RSSന്റെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് ഞങ്ങളെ RSS സഹായിച്ചു. ഇപ്പോൾ BJP RSSന്റെ ചിറകിൽ ഏറി പറക്കേണ്ട ആവശ്യമില്ല. RSS ഇല്ലാതെ തന്നെ നമുക്ക് പറന്നുയരാനുള്ള സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ട് എന്നാണ് BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു പ്രശ്നമല്ലേ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. പ്രത്യേകിച്ച് BJPക്ക് അകത്തുള്ള ആൾക്കാരും RSSന്റെ ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാരും ചോദിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് ഉന്നയിക്കുന്നത് നമ്മുടെ ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാരും അറിയാലോ. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇത് വലിയ വിഷയമാക്കി എടുക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ നമുക്കറിയാം, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. അമിത്ഷാ പക്ഷെ പ്രധാനമന്ത്രി ആവില്ല, യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകും. അപ്പൊ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിക്ക് പണി കൊടുത്തു. കാരണം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് എന്തായിരുന്നാലും മോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ്. അപ്പൊ ഈ ഒരു പ്രസ്താവന കൂടെ പുറത്തു വരുമ്പോൾ അത് നമ്മുടെ ഇന്ത്യ മുന്നണി ഏത് തരത്തിൽ ഉപയോഗിക്കും? ഇത് BJP RSS തമ്മിലുള്ള ഒരു ക്ലാഷിന് കാരണമാകും. ഇതിലാദ്യം നിങ്ങൾ എന്താണ് RSS, എന്താണ് BJP മനസ്സിലാക്കണം. RSS അധികാരത്തിൽ ഏതാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പാർട്ടിയല്ല. അതെ, മനസ്സിലായി. അത് രാഷ്ട്രീയമല്ല അവരുടെ ലക്ഷ്യം. രാഷ്ട്രീയം എന്ന ഒരു ദേശീയതാണ്. ഇത് ഞാൻ പറയുന്നത് അവരുടെ പുസ്തകത്തിൽ ഗുരുജി ഗോൾവൽക്കറും അവരുടെ ഡോക്ടർ ജി ഹെഡ്ഗേവാറും ദേവറസും അത് കഴിഞ്ഞ് സുദർശനും ഒക്കെ എഴുതി വെക്കി. ഇവരങ്ങനെ വലിയ പുസ്തകങ്ങളൊന്നും എഴുതിയല്ല, പല പ്രസംഗങ്ങളും ചെറിയ ലേഖനങ്ങളുമാണ്. ഇതിൽ എഴുതി വെച്ച കാര്യമാണ്. അതല്ലേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് ഇത് RSS എന്ന് പറയാൻ പറ്റും. ഈ സാധനം ആദ്യം വായിക്കണം, മനസ്സിലായി. ഈ സാധനം വായിക്കും. അതിന് 4-5 ചാപ്റ്റർ എടുത്തിട്ട് ഈ ആഭ്യന്തര ശത്രുക്കൾ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മറ്റേ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നെടുക്കണം എന്ന് വിഭജനത്തിന്റെയും ഈ കമ്മ്യൂണിസ്റ്റുകാർ ആയുധമെടുത്തിട്ട് രാജ്യത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ച സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ, എന്ന് വെച്ചാൽ 48 കാലഘട്ടത്തിലുള്ള ആ ഒരവസ്ഥയ്ക്കും പിന്നെ ഈ ക്രിസ്ത്യൻ മിഷണറീസ് വന്ന് ഹിന്ദു ദൈവങ്ങളെ കുരങ്ങ് ദൈവം ഹനുമാനെയൊക്കെ വിളിച്ച് അപമാനിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, മനസ്സിലായോ. അത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രമേ വിചാരിക്കും. അത് മാത്രമല്ല, ഇതിനിപ്പത്തെ കഴിഞ്ഞിട്ട് എല്ലാ മതഗ്രന്ഥമുള്ള വൈരുദ്ധ്യം ഇവരുടെയൊക്കെ ടോക്കിലുണ്ട്. അവസാനം പറഞ്ഞത് ഈ മുസ്ലിംസും ഇവരെല്ലാം തന്നെ നമ്മുടെ ഒരു പൊതു സംസ്കാരം, ക്രിസ്ത്യൻസ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പൊതു സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് ഒന്നോട്ടെ അവരുടെ നമ്മുടെ മുഖ്യധാരയുടെ ഭാഗമായി തന്നെ നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അതിലിപ്പോൾ ഒരു ദൈവം അല്ലയോ, ഇപ്പം ദൈവമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പം സാങ്ക്യ തത്വശാസ്ത്ര വിശ്വസിക്കുന്ന ആൾക്ക് ദൈവമില്ല. അതെ, ബുദ്ധിസ്റ്റുകൾക്ക് ദൈവമില്ല, ബുദ്ധൻ ദൈവമല്ലല്ലോ. അല്ലല്ല. അതുപോലെ ജൈനന്മാർക്ക് ദൈവമില്ല. പിന്നെ ഈ പറയുന്ന ജീസസിന് ഒരു ദൈവമായിട്ട് അംഗീകരിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, ഇപ്പൊ കാശ്മീരിലൊക്കെ തന്നെ ജീസസിനെയൊക്കെ ആ രീതിയിൽ മുസ്ലിംസ് ആരാധിക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും കൂടി വായിക്കണം. എൻ്റെ ഒരു പ്രശ്നം നെഗറ്റീവോ പോസിറ്റീവോ ഇതാണ്. ഞാനിത് രണ്ടും വായിക്കും. ഞാനിത് തൂക്കി നോക്കിയിട്ട് അവസാനം ഏതാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് പറയാൻ സാധ്യത, ഇതൊക്കെ നോക്കും. അല്ലാതെ ജർമ്മൻ സാഹചര്യം അല്ല ഇന്ത്യൻ സാഹചര്യം. നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈഡ് മാത്രമേ വായിക്കുള്ളൂ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ പറയില്ല എനിക്ക് രാഷ്ട്രീയ താല്പര്യമില്ല. രാഷ്ട്രീയ താല്പര്യമുള്ള കാലം ഉണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയമുള്ള താല്പര്യം കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ 40 വയസ്സൊക്കെ ഇനി എന്തോന്ന് രാഷ്ട്രീയം, രാഷ്ട്രീയമൊക്കെ പിള്ളേർക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പിള്ളേർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. RSS ഇതിനു വേണ്ടി ഉണ്ടാക്കിയ സാധനമില്ല. അതുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുക്കാതിരുന്നത്. പക്ഷേ RSSന്റെ ഭാഗമായി RSS ആയിട്ട് ഐഡിയോളജിക്കലായിട്ട് ബന്ധമായി ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു ഗുരുജി ഗോൾവൽക്കർ. അല്ല, ഗുരുജി ഗോൾവൽക്കർ അല്ലെ ഹെഡ്ഗേവാർ. ആദ്യ കാലഘട്ടത്തിൽ ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് RSSനായിട്ടല്ല പങ്കെടുത്തത്, ഹിന്ദു മഹാസഭയുടെ ആളെ അല്ല ഉള്ളത്. അതിപ്പോ പിന്നെ ഈ കാക്കി സാഫൻ എന്താണ് സാഫൻ ഫ്ലാഗ്സ് ആണ് കാക്കി ട്രൗസേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ജെഎൻയുലൊക്കെ ഹിസ്റ്റോറിയൻസ് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട സുമിത് സർക്കാരും തരിക സർക്കാർ അവരൊക്കെ എഴുതിയിട്ടുള്ള RSSനെ പറ്റിയുള്ള പുസ്തകങ്ങളുണ്ട്. ഏറ്റവും വിമർശിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതിങ്ങൾ അംഗീകരിക്കാതെ എങ്ങനെ കാര്യം. ബിപിൻ ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അത് RSSനായിട്ടല്ല, ഹിന്ദു മഹാസഭയുടെ ആളുകൾ. മദൻ മോഹൻ മാളവ്യ RSSനോട് ആഭിമുഖ്യം ഉണ്ടായാണ്, കോൺഗ്രസ് നേതാവായിരുന്നു, ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ ദേശീയ ശില്പികളെ ഒട്ടിക്കുന്നതിന് മദൻ മോഹൻ മാളവ്യയുടെ ചിത്രം. അങ്ങനെ പലരും പങ്കെടുത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട്. ഈ വാജ്പേയി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മറ്റോ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും. പക്ഷെ ഇവരൊന്നും RSSനായിട്ടല്ല പങ്കെടുത്തത്. ഒന്ന് ഹിന്ദു മഹാസഭ അല്ലെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഇവർ പങ്കെടുത്തത്. RSS അതിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടന അല്ല. നിങ്ങൾക്ക് ഇവിടെ CPM ഇങ്ങനെയുള്ള സംഘടനകളെ കണ്ടേ ശീലമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ RSSനെ ഒരു കക്ഷി രാഷ്ട്രീയ RSS രാഷ്ട്രീയം എന്ന് വെച്ചാൽ ദേശീയതയായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ ഒരു കക്ഷി രാഷ്ട്രീയ സംഘടന അല്ല. അതുകൊണ്ട് തന്നെ RSS ഒരു പൊളിറ്റിക്കൽ ഫോർമാറ്റിലേക്ക് പോകാൻ ആദ്യകാലത്ത് ആഗ്രഹിച്ചിരുന്നില്ല. അവസാനം നെഹ്റുവിന്റെ നിലപാടുകൾ RSSൽ ഒത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രത്യയശാസ്ത്രപരമായി തന്നെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണ് അവസാനം നെഹ്റുവിന് തെറ്റി വന്ന ശ്യാമപ്രസാദ് മുഖർജിനെ പോലുള്ള ആളുകൾ
ഇങ്ങനെ ഒരു സംഘടന നമുക്ക് വേണ്ടേ എന്നത് ഹിന്ദു റൈറ്റ് വിങ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടന വേണ്ടെന്ന് വെച്ചപ്പോൾ ഒരുപാട് ആലോചനകൾക്ക് ശേഷം RSS ഓക്കെ പറഞ്ഞത് ദീൻ ദയാൽ ഉപാധ്യായന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഏകാത്മ മാനവവാദം, ഇന്റഗ്രേറ്റഡ് ഹ്യൂമനിസം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും ബേസിക്കലി ഒന്നാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇതൊരു പ്രസ്താവന കോഴിക്കോട് നടത്തിയ ഒരു പ്രസ്താവന എനിക്ക് തോന്നുന്നു. മുസ്ലിങ്ങൾ നമ്മൾ രക്തത്തിന്റെ രക്തമാണ്, നമ്മുടെ മാംസത്തിന്റെ മാംസമാണ് എന്ന് പറഞ്ഞ അത് അവസാന പ്രസ്താവന. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് ട്രെയിൻ കയറി പോവുകയും ഗോരഖ്പൂരിൽ തീവണ്ടിപ്പാതയിൽ റെയിൽവേ പാളത്തിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത്. അത് എങ്ങനെ മരിച്ചു ഇപ്പോഴൊന്നും അറിയില്ല. അത് അന്വേഷണം നടത്തേണ്ട ഇടയ്ക്ക് ഉഗ്രവാദി സമയമൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു കാര്യം. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ CPM-നെയോ ലീഗിനെയൊക്കെ കാണുന്ന പോലെ ലീഗിന് ഇതുപോലെ തന്നെ ഒരു RSS BJP ബന്ധമാണ് തങ്ങൾ ഫാമിലി ആയിട്ടുള്ളത്. പക്ഷെ അതുപോലെ അല്ലേ, കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. RSS ഇപ്പൊ തങ്ങൾ ഫാമിലി നമുക്ക് വേണം കണക്ട് ചെയ്യാം. അല്ല, തങ്ങൾ ഫാമിലി നേരിട്ട് അധികാരം കൈകാണാറില്ല, ലീഗിനെ നിയന്ത്രിക്കാം. പക്ഷെ ലീഗിന്റെ അധ്യക്ഷന്മാരൊക്കെ ആരായിരിക്കും? തങ്ങൾ ഫാമിലിയുടെ ടോപ്പ് ആളുകളായി. പക്ഷെ RSS-നെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ടോപ്പ് ലീഡേഴ്സ് ഒരിക്കലും RSS-ന്റെ ടോപ്പ് ലീഡേഴ്സ് അല്ല. അപ്പൊ നരേന്ദ്രമോദി RSS-ന്റെ ടോപ്പ് ലീഡർ അല്ല, പ്രചാരകനാണെന്നേ ഉള്ളൂ. രാം മാധവ് സത്സംഗ് ചാലകല്ല, മോഹൻ ഭഗവത് അല്ലല്ലോ BJP-യുടെ പ്രസിഡന്റ്. അല്ല, അയാത്തുള്ള ഖുമൈനിനെ പോലെ നേരിട്ട്. പക്ഷെ RSS-ന്റെ നിലപാടുകൾക്ക് മുമ്പിൽ വിനീത വിധേയരായിട്ട് BJP-കാർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി ഇവര് RSS-കാരാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ JP നദ്ദ പറയുകയാണ് ഇനി ഞങ്ങൾക്ക് RSS-ന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു RSS-ന്റെ ആഗ്രഹമല്ലേ. RSS സംബന്ധിച്ച എല്ലാ പോഷക സംഘടനകളും അവരുടെ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളതാണ്. അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമേ RSS സഹായിക്കുള്ളൂ. പിന്നെ RSS-ന്റെ ബേസിക് മൂല്യങ്ങൾക്ക് എതിരേക്കാൻ പാടില്ല. അതായത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്, ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട്, RSS ദേശീയതയുമായി ബന്ധപ്പെട്ട് RSS-ലെ ബേസിക് സങ്കല്പങ്ങളുണ്ട്. അത് ബേസിക് ഈ പറഞ്ഞ കൾച്ചറൽ നാഷണലിസത്തിൽ അധിഷ്ഠിതമാണ്. അതിനെതിരേക്കാൻ പറ്റും. അഡ്യാനിക്ക് പറ്റിയ അബദ്ധമല്ലേ? പാകിസ്ഥാനിൽ പോയപ്പോൾ ആവേശം കൂടിയപ്പോൾ ജിന്ന വർഗീയവാദി അല്ലെന്നോ? സത്യം ജിന്ന വർഗീയവാദി അല്ല. അയാളൊരു കണ്ണിച്ചോരല്ലാത്ത രാഷ്ട്രീയക്കാനായിരുന്നു. പന്നിയിറച്ചി തിന്ന, വെള്ളം അടിക്കുന്ന ഇയാളെ മുസ്ലിമായിട്ട് കൂട്ടു അല്ല. ഇയാളൊരു യുക്തിവാദി ടൈപ്പ് സാധനമായിരുന്നു, ഒരു സാധനമായിരുന്നു. പക്ഷെ അവിടെയുള്ള മുസ്ലിംസിനെയും ഇസ്ലാമിക രാജ്യം വേണം ആദ്യം ഈ പാകിസ്ഥാൻ വാദം വന്നപ്പോൾ എതിർത്ത ആളാണ്. അഡ്യാനി പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇയാൾ കോൺഗ്രസ് ഒറ്റപ്പെട്ട് ഇയാൾക്ക് ഒന്നും ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇന്ത്യനെ വിഭജിക്കാൻ തീരുമാനിക്കും, മുസ്ലിംസിന്റെ സെൻസിബിലിറ്റി എടുത്ത് കളിക്കുക. അങ്ങനെയാണ് മുസ്ലിംസിന്റെ വലിയ നേതാവായി മാറി. പാകിസ്ഥാൻ അവസരം പട്ടിനെ പോലെ എത്തത് അറിയാലോ. എയർലിഫ്റ്റ് ചെയ്തിട്ട് കറാച്ചി കൊണ്ടുവന്നു. അപ്പൊ ഇയാൾ മരിക്കണം ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇയാൾ സെക്കുലർ ആയതുകൊണ്ട് ഇയാളെ ദേശീയ ഗാനൊക്കെ എഴുതിയത് അന്ന് ഇയാളായിരുന്നു. ആരായിരുന്നു? ഹിന്ദു ആയിരുന്നു. മാത്രമല്ല ഹിന്ദുക്കളെ അവഗണിക്കരുതെന്നൊക്കെ ഇയാൾ അവിടുന്ന് പറഞ്ഞു. ഇവിടുത്തെ മുസ്ലിംസിനോട് പറഞ്ഞു നിങ്ങൾ ഇന്ത്യയുടെ രാജ്യമായി, ഈ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കണം. ഇവിടുത്തെ ലീഗുകാർ പോയി കാണാൻ പോയി, നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ ഇന്ത്യ പൗരന്മാരായി നിൽക്കുന്നു പറഞ്ഞു. ഇയാൾ ബേസിക്കലി സെക്യുലറാണ്. ഇയാൾ ഗാന്ധിയുടെ നേതൃത്വം ഗ്രഡ്ജ് കൊണ്ടാണ് ഇയാൾ പണിയെടുത്തത്. ഇത്രയും സത്യമാണ്. അതായത് ഈ പന്നീർച്ചി, ഞാൻ ഈ പ്രോഗ്രസീവ് മുസ്ലിം ഞാൻ മദ്യപിക്കില്ലല്ലോ, ഇദ്ദേഹം മദ്യം കഴിച്ചിട്ടില്ല, പന്നീർച്ചി കഴിച്ചിട്ടില്ല. കാരണം കഴിക്കില്ല, ചാവണ്ടി ഒന്നും കഴിക്കില്ല. മനസ്സിലായോ? അതൊരു ബേസിക് സാധനമാണ്. അപ്പൊ നോക്ക്, ഈ പന്നീർച്ചി നിന്ന് ഇയാൾ എന്ത് മുസ്ലിമാണ്? ഒന്നുമല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഞാൻ പല കാര്യങ്ങൾ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ കാണിച്ചു, ഇസ്ലാമിനല്ല മുസ്ലിങ്ങൾ കാണിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷെ ഞാൻ തന്നെ വന്നിട്ട് നാളെ നമുക്ക് എന്താണ് ഇസ്ലാമിന് വേണ്ടി പോരാടണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തൊരു ഫാൻസ് ഉണ്ടാവുന്നത്. ഇപ്പൊ എന്നെ കുറ്റം പറയുന്നതിന് മൊത്തം ഫാൻസായി മാറും. അത് ഈ മതങ്ങളുടെ ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ല? അതുപോലെ ജിന്ന മരിച്ചത് അവസാനം ഇയാൾക്ക് TV പിടിച്ച് ഒരു രക്ഷയില്ലാതെ ഇയാളെ സാനിറ്റോറിയത്തിലായിരുന്നു. അവിടുന്ന് കറാച്ചിയിൽ കൊണ്ടുവരുന്നു. കറാച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു വാനെ കയറ്റി, ആംബുലൻസ് കയറ്റി കൊണ്ടുവരുന്നു. ആംബുലൻസ് കയറ്റി കൊണ്ടുവന്നപ്പോൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കണക്ടിവിറ്റി ഇല്ല സ്ഥലത്ത് ആംബുലൻസ് പഞ്ചറാവുന്നു. രണ്ടും അവിടെ ഭയങ്കര ചൂട്. ഈ ചൂടത്ത് കിടന്ന് അയാളെ പെങ്ങളെ കൂടെ ഉള്ളു, പെങ്ങളായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഈ ചൂടത്ത് കിടന്ന് നരകിച്ചാണ് ഇയാൾ മരിക്കുന്നത്. അതായത് ഇവന്മാർക്ക് ഒന്നാണ്, നേരിട്ട് കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊന്നു. കാരണം ഇയാൾ വലിയ തലവേദനയായിരുന്നു അവര്. അഡ്യാനി പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇന്ത്യ വിഭജനത്തിന് കാരണമായ ജിന്നയോട് പോക്കാൻ ഒരിക്കലും RSS-ന് പറ്റില്ല. ഇതാണ് മൂപ്പർക്ക് പറ്റിയ അബദ്ധം. പിടികിട്ടിയോ? ഇത് നരേന്ദ്രമോദി നാളെ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ചെവിക്ക് പിടിച്ചത് പുറത്തോളം. ഇനി BJP RSS തമ്മിൽ വ്യത്യാസമുണ്ട്. RSS നയിക്കുന്നത് അതിന്റെ ഈ കല്യാണം കഴിക്കാതെ മോഡിനെ പോലെ പ്രചാരകമായി നടക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അവര് ഡെഡിക്കേറ്റഡ് ആണ് വളരെ. ഈ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരെ പോലെ അത്രയല്ല, ഇവർ ആ ഒരു ഇതിൽ തന്നെ സ്വയം തീരുമാനം എടുത്ത് വരുന്നവരാ. പലപ്പോഴും ആ രീതിയിൽ വരണമെന്നില്ല, കൊണ്ടുവരുന്നില്ല. നാളെ നിങ്ങൾ പോയി കല്യാണം കഴിച്ച് ജീവിക്കണമെങ്കിൽ ജീവിക്കുകയും ചെയ്യാം. RSS ചില സമയത്ത് BJP-നെ സഹായിക്കാൻ വേണ്ടി പലരെയും വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്താണ് മോദി, രാം മാധവ്, അങ്ങനെ പലരും അങ്ങനെ വിട്ടുകൊടുത്ത ആളുകളാണ്. ഇന്ദ്രേഷ് കുമാർ, പല ആളുകളെയും വിട്ടുകൊടുക്കാറുണ്ട്. അപ്പം
RSS ഒരിക്കലും നേരിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യണമെന്നില്ല. RSS BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസിലെ പട്ടേൽ വിവാദം ഉപയോഗിച്ച് RSS ഹിന്ദു സമൂഹത്തെ, അവർ സമാജം എന്നാതെ അതിന് ഗുണകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഉറുദുവിനെ മാറ്റി ഹിന്ദു ദേവനാഗിരി ലിപിയിലുള്ള ഈ വളരെ യാന്ത്രികമായ ഹിന്ദി ആകാശമാണ് ഉപയോഗിച്ചത്. അപ്പൊ ഹിന്ദി അവർക്ക് ഷാദി എന്ന് പറയുന്നത് ഇവര് വിവാഹം എന്ന് പറയാം. ഇതൊക്കെ വന്നതെന്ന് വെച്ചാൽ RSSന്റെ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ലെഫ്റ്റിന്റെ സാധനമുണ്ട്. ഇത് കയറി വന്നത് സംഘത്തിന്റെ സ്വാധീനമാണ്. ആ നെഹ്റുവിന്റെ സമയത്ത് ഒരു പട്ടേലിനെ ഉപയോഗിച്ച് നടത്തി. മനസ്സിലായോ? ഇന്ദിരാഗാന്ധിയുടെ സ്ഥലത്ത് നേരിട്ട് ഇന്ദിരാഗാന്ധി എന്തുണ്ടായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു സംഘത്തിന്റെ ആള്. അല്ലെ BJP അടിയന്തര സംഘത്തിൽ കുറച്ചു നേരം ദേവദാസ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും, കുറച്ച് RSSകാർ കിടന്നിട്ടുണ്ടെങ്കിൽ പോലും, അതിന് മുമ്പ് ശേഷവും ഇന്ദിരാഗാന്ധി ആയിരുന്നു RSSന്റെ സ്വന്തം. അല്ല, ഈ JP നദ്ദ ഇപ്പൊ എത്രയൊക്കെ ഞങ്ങൾ RSSന്റെ സഹായം ഇല്ല എന്ന് പറഞ്ഞാൽ RSSന്റെ ഇൻഫ്ലുവൻസ് അല്ലേ BJP മുന്നോട്ട്? അല്ല, അതാണ് ഞാൻ ഇത്രയും ഈ ചരിത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞു തന്നത്. അന്ന് ജനസംഘമൊക്കെ ഉണ്ട്. ജനസംഘത്തിനൊരു ഘട്ടത്തിൽ അന്ന് അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹായിച്ചു എന്നല്ലാതെ അതിനുശേഷവും ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഒരു സെമി ഹിന്ദുത്വവാദിയായിരുന്നു. അന്ന് ഇവിടെയുള്ള പല ആളുകളും ഇന്ദിരനെ സെമി ഹിന്ദുത്വവാദിയാണെങ്കിൽ പോലും ഇന്ദിര ഇവിടെയുള്ള ഇപ്പോഴത്തെ സെക്കുലർ ആളുകൾക്കൊക്കെ ഭയങ്കര ദൈവമായിരുന്നു. അന്ന് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴല്ലേ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഓടിച്ചിട്ട് അല്ല തുടങ്ങിയത്. അന്നത് പ്രശ്നമില്ലായിരുന്നു. ഇന്ദിരാഗാന്ധി ക്ഷേത്രത്തിൽ പോകുന്ന ഏതാണ്ട് ഹിന്ദുത്വ സ്വഭാവമുള്ള ദുർഗ എന്ന് വിളിക്കപ്പെട്ട ആളായിരുന്നു. സന്യാസിമാരുടെ RSS ആയിട്ട് നല്ല ബന്ധമായിരുന്നു. RSS വോട്ട് ബാങ്ക് ഉപയോഗിച്ച് പല സ്ഥലത്തും അവർ ജയിച്ചത്. മനസ്സിലായോ? അപ്പൊ അന്ന് RSS ഉപയോഗിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ചില ഈ ശബാനു കേസൊക്കെ വന്നോട് കൂടിയിട്ടാണ് BJPയെ ശക്തിപ്പെടുത്തണം എന്നുള്ള ഫീൽ RSS വന്നത്. അതിന്റെ BJP ഗാന്ധിയൻ സോഷ്യലിസ്റ്റായി പറഞ്ഞു. പിന്നെ അഡ്വാനി ലീഡർഷിപ്പ് കൊണ്ടുവരി ഈ വേരുകളിലേക്ക് വേണമെങ്കിൽ ബാക്ക് ടു ദ റൂട്ട്സ് എന്നാൽ ഹിന്ദുത്വ ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാമജന്മഭൂമി, ഏക സിവിൽ കോഡ്, 370 ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ സമയത്ത് കോൺഗ്രസ് കുറച്ച് ദുർബലാവുകയും ചെയ്തു. കോൺഗ്രസ് മാത്രമല്ല, ഈ പറഞ്ഞ ശബാനു കേസോട് കൂടി മുസ്ലിം ഒരു സ്വാധീനത്തിൽ കോൺഗ്രസ് കൂടുതൽ വഴിപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പേടി RSSനുണ്ട്. അങ്ങനെയാണ് RSS BJP കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കി. അങ്ങനെ ഒരു തള്ളു കിട്ടിയപ്പോൾ BJP ഭീകര വളർച്ചയായിരുന്നു. BJP 2 സീറ്റ് എന്ന് പറയുന്നത് അന്ന് ആ തരംഗത്തിൽ 2 സീറ്റായിപ്പോൾ. അതിന്റെ മുമ്പേ ജനസംഘത്തിന് 50-60 സീറ്റൊക്കെ ഉണ്ട്. ഈ 50-60 സീറ്റിൽ നിന്ന് BJP 80 സീറ്റ്, 120 സീറ്റ്, 200 സീറ്റിലേക്ക് വാജ്പേയി പ്രധാനമന്ത്രിയാവും. അന്നപ്പോഴാണ് RSS നേരിട്ട് ഇടപെട്ടത്, BJPനെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അന്നപ്പം അതുവരെ BJP ഏതാണ്ട് ഇൻഡിപെൻഡന്റ് ആയി തന്നെ നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാജ്പേയി അധികാരത്തിൽ വന്ന് പിന്നെ RSS പിന്നെ ഉള്ളോട്ട് പോയി. അവരവരുടെ കാര്യം ഉണ്ടല്ലോ. അവർക്ക് ഈ പാഠപുസ്തകം, സിലബസ് കാര്യങ്ങൾ, ഹിന്ദുത്വ പ്രചാരണം നടത്തുക, വിശ്വ ഹിന്ദു പരിഷത്തിനെ ശക്തിപ്പെടുത്തുക, ക്യാമ്പസുകൾ ABPനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ മയക്കുമരുന്ന്, ഇങ്ങനെയൊക്കെയാണ് RSSന്റെ ബേസിക് സാധനം. മയക്കുമരുന്നിനെ ഫൈറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ വനവാസി കല്യാണ ആശ്രമങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരുടെ രീതി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ RSS പുറത്തവിടെ പലർക്കും അറിയില്ല. അതാണ് RSSകാർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഡൽഹിയിൽ, ബോംബെയിൽ പിന്നെ പാകിസ്ഥാൻ അക്രമം ഉണ്ടാവും. ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ പിടിച്ചിട്ട് ഇന്ദ്രേഷ് കുമാറിനെയും പ്രഗ്യാനന്ദന്റെ സ്വാമി, അവരൊരു ഭയങ്കര ഔട്ട്സ്പോക്കൺ ആയ സ്ത്രീ, അതുകൊണ്ട് സീറ്റ് കൊടുക്കാനില്ല. ഇവരെയൊക്കെ പിടിച്ച് ജയിലിടുകയും മർദ്ദിക്കാൻ തുടങ്ങി. അപ്പൊ ഹിന്ദുത്വ ഭീകരവാദം എന്ന സാധനം കൊണ്ടുവന്നപ്പോൾ അത് RSSകാർ ഭയങ്കര ഇൻസൾട്ട് ആയിരുന്നു. എന്നാൽ കാണിച്ചു കൊടുക്കാൻ അവരെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയാണ് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ഉയർത്തി കാണിച്ച് RSS കയ്യും മെയ്യും പറഞ്ഞ് ഇറങ്ങി ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. അതുവരെ RSS അങ്ങനെ സജീവമായി നിന്നില്ല. അങ്ങനെ 2 വർഷം 2 ടൈമും മോഡിന്റെ പിന്നിൽ വളരെ സജീവമായിട്ട് RSS നിന്നു. അതിന് കാരണം എന്താണ്? ഈ ഹിന്ദുത്വ തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അപമാനകരമായ സാധനത്തിലേക്ക് മാറി. അത് അവർ പറയുന്നത് ചിദംബരം ബോധപൂർവം ചെയ്തതാണ്, അതിന് പിന്നിൽ വിദേശ ശക്തികളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് പാകിസ്ഥാൻ മാത്രമല്ല, അമേരിക്ക പോലുള്ള ശക്തികൾ അതിന് പിന്നിൽ ഉണ്ടാവാം എന്നുള്ളൊരു അവർ തുറന്നു പറയുന്നില്ല. ആ രീതിയിലാണ്. ഇതാണ് സത്യത RSSനെ മോഡിക്ക് പിന്നിൽ ശക്തമായിട്ട് ഇറക്കാൻ കാരണം. അന്ന് RSSന്റെ സംഭവം എന്ന് വെച്ചാൽ മോഡി വൺസ് BJP ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് അതിന്റെ രീതി നോക്കി ഇവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. BJP വഴിതെറ്റി പോകുമ്പോൾ ചെവി ഇടിച്ചടത്താൻ അവർക്ക് അറിയാം. മനസ്സിലായില്ലേ? അതല്ലാതെ BJP ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം എന്ന് അവരുടെ ആഗ്രഹം. ഇപ്പം BJP ഇൻഡിപെൻഡന്റ് ആണ്, ഭരണത്തിന്റെ തണലുണ്ട്. RSSനെ കട സംവിധാനം വെച്ച് പല മേഖല അവർ പെനിട്രേറ്റ് ചെയ്തു. RSS ആയിട്ട് BJPക്ക് നിൽക്കാൻ പറ്റില്ല. RSS ചില ആളുകളൊന്നും ഇതിന്റെ ഡയലോഗ് നടത്തുന്നതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. BJPക്ക് അതല്ല. BJP രാഷ്ട്രം ഭരിക്കുന്ന കാശി എന്ന രീതി അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് ISI ആയിട്ട് ചർച്ച നടത്തേണ്ടി വരും. IS ആയിട്ട് ചർച്ച നടത്തേണ്ടി വരും. ബാക്ക്ഡോർ ഡിസ്കഷൻ ഗ്ലോബൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ IS ആയിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ നേഴ്സുമാരെ കാണുന്ന രക്ഷപ്പെടുത്തിക്കൊണ്ട്, അല്ല വസനം പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൽമാൻ ഖാനെ അങ്ങോട്ട് വിട്ടാ നടക്കുക. സിനിമയിലേ നടക്കുള്ളൂ. ഈ പിന്നെ ടൈഗർ 2 അതാണല്ലോ കഥ. സൽമാൻ പോയി രക്ഷപ്പെടുത്തുന്നത്.
അല്ലാതെ നടക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ബി ജെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ ബി ജെ പി ഹിന്ദുത്വത്തിന്റെ എന്ന് വെച്ചാൽ ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ RSSന്റെ ബേസിക് ടെനൻസി ബി ജെ പി തെറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഴിമതി, ഈ പറയുന്നതിനെ മാതിരി ഈ കളേഴ്സിന്റെ പിന്നാലെ പോവുക, ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെവിക്ക് പിടിക്കും. അപ്പൊ ഇതിന് മോണിറ്ററിംഗ് വളരെ ശക്തമായിരിക്കും. ബി ജെ പിന്റെ ടോപ്പ് ലീഡർഷിപ്പ് മൊത്തം RSS വരെ ആയിരിക്കും. അതെ അതെ അതെ, മനസ്സിലായോ? ഈ RSS അറിയാൻ വഴി തെറ്റാണെങ്കിൽ അവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ അവിടെ പിന്നെ നിങ്ങൾ കാണില്ല. അതിനുള്ള സംവിധാനം കണ്ടു. മനസ്സിലായില്ലേ? അപ്പം ഇത് RSSനെ പഠിച്ചവർക്ക് ഇത് അറിയാം. പക്ഷെ സാധാരണ കഴിയുള്ള RSS താഴെത്തട്ട് ചിലപ്പം വിചാരിക്കും, അയ്യോ ഇത് നമ്മൾ ഇത്രയും സഹായം ചെയ്തെടുത്ത് അവരെ നമ്മൾ RSS അങ്ങനെ ഉദ്ദേശം ഇല്ലെന്ന്. RSSന് പൊളിറ്റിക്കലി ഫോർഫ്രണ്ടിൽ വരണമെന്ന് ഉദ്ദേശമേ ഇല്ല. അവർക്ക് ഗൈഡ് ഒരാൾ ഇന്ദിരാഗാന്ധിനെ ഗൈഡ് ചെയ്തു, നെഹ്റുവിന് പിന്നെ പട്ടേലിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെ ഗൈഡ് ചെയ്തു. നെഹ്റുവിനെ ഇത് ദേഷ്യം നെഹ്റു ഇത് കൗണ്ടർ ചെയ്യാൻ നോക്കിയെന്നുള്ളത്. അതാണ് നെഹ്റുവിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. രാജീവ് ഗാന്ധിനെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഇപ്പം ബി ജെ പിനെ നേരിട്ട് ഗൈഡ് ചെയ്യേണ്ട സംവിധാനത്തിൽ അവർ നേരിട്ട് ഗൈഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിന്റെ ആവശ്യമില്ല, അത് സ്വയം പറഞ്ഞോളും. അത് താഴെ കൂപ്പ് കുത്താൻ തുടങ്ങി അന്നപ്പോൾ അവർ ഇടപെടും. ഈ ബി ജെ പി മാറ്റി തന്നെ വേറെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് അടുത്ത ഹിറ്റായി മാറും. അപ്പൊ അതുകൊണ്ട് ഇതിൽ എനിക്കൊന്നും ഒരു അത്ഭുതമല്ല. ഞാൻ RSS നന്നായി പഠിച്ച ഒരാളാണ്. അത് നിങ്ങളിപ്പോ ഈ പറഞ്ഞത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കിട്ടാവുന്ന കോഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് പഠിച്ചാൽ എനിക്കിതിലൊരു അത്ഭുതമില്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം അത്. അങ്ങനെ അല്ലാത്ത RSS ആണ് ബി ജെ പി എന്ന് വിചാരിച്ചാണ്. കാരണം CPM പോലെയുള്ള ഒരു സംഘടനയാണ് RSS ബി ജെ പി എന്ന് വിചാരിക്കുന്നത്. അല്ലെ തങ്ങളുടെ ഫാമിലി പോലെയാണ് എന്ന് നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ വെച്ചുകൊണ്ടല്ലേ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഞെട്ടുള്ളൂ. പിന്നെ ഈ ഞെട്ടൽ കൂടുതലായിട്ട് വന്നത് ഇവരെ ശത്രുക്കളിൽ നിന്നാണ്. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം.